ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സരിക പ്രസ ലൈഫ് ആൻഡ് മൈൻഡ് സെറ്റ്. നമുക്കിന്ന് വിഷൻ ബോർഡ് എന്താണ്, അത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഈ വിഷൻ ബോർഡിനെ പറ്റി കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിഷൻ ബോർഡ് എങ്ങനെ ഉണ്ടാക്കാം, അത് സക്സസ് ആകാൻ വേണ്ട ടിപ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ഒക്കെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷനാണ് ഈ വിഷൻ ബോർഡ്. എന്ന് വെച്ചാൽ നമുക്ക് നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഡ്രീംസ്, നമ്മുടെ ഗോൾസ്, അതെല്ലാം നമ്മുടെ കൺമുന്നിൽ പിക്ചറായിട്ടും വേർഡ്സായിട്ടും സ്ഥാപിക്കുന്നതിനെയാണ് ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ, അതുപോലെ മാനിഫെസ്റ്റേഷൻ ഒക്കെയാണ്. നമ്മൾ നമ്മുടെ വിഷൻസ് അല്ലെങ്കിൽ ഗോൾസ്, ഡ്രീംസ് ഒക്കെ നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ ഡ്രീം ലൈഫും കറണ്ട് ലൈഫുമായുള്ളൊരു ഗ്യാപ്പ് വളരെയധികം കുറയും. അതായത് സബ് കോൺഷ്യസ് മൈൻഡിന് ഇത് വളരെ ഈസിയായി നോർമലൈസായും തോന്നും. അപ്പോൾ നമ്മുടെ ഗോൾസ് എഴുതി വയ്ക്കുന്നതിനോടൊപ്പം കാണുകയും കൂടി ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയുകയും പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവുകയും ചെയ്യും. ഇനി നമുക്ക് വിഷൻ ബോർഡ് ഈസിയായി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇനി വർഷത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ച് സാരമില്ല, ഇനി ചെയ്താലും മതിയാകും. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഷ്വലൈസ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം ലൈഫ് ജേർണലായി എഴുതുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ പോലെ ഒരു വിഷൻ ബോർഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്കെന്താണോ വേണ്ടത് അത് വിഷ്വലൈസ് ചെയ്യുകയോ ജേർണൽ ചെയ്യുകയോ ചെയ്യാം. എക്സാമ്പിൾ ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, അങ്ങനെയൊക്കെ. രണ്ടാമത്തെ കാര്യം, ഇതിനെല്ലാം കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ പേഴ്സണൽ ഗ്രോത്ത്, കരിയർ, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, ലൈഫ് സ്റ്റൈൽ, ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം അത് നിങ്ങൾ എഴുതി വെക്കണം. എക്സാമ്പിളായിട്ട് ഹെൽത്തി ഫുഡ് കഴിക്കുന്നത്, സ്ഥിരം ജിമ്മിൽ പോകുന്നത്, അങ്ങനെയൊക്കെ. ഇതുപോലെ കാറ്റഗറൈസ് ചെയ്ത് ഹെൽത്തിൻ്റെ ഭാഗത്തുള്ളതെല്ലാം ഒരേ ഭാഗത്തും, അതേപോലെ റിലേഷൻഷിപ്പിൻ്റെത് എല്ലാം ഒരേ ഭാഗത്തും, അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വേണം ഒട്ടിക്കാനായിട്ട്. അടുത്തത് മീഡിയം ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഫോണിലുണ്ടാക്കാം, അല്ലെങ്കിൽ ചുമരിൽ പ്ലേസ് ചെയ്യാം. അതായത് ഒരു ചാർട്ട് പേപ്പറിൽ പിക്ചേഴ്സ് എല്ലാം കൂടി നമ്മൾ എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ട് ചാർട്ട് പേപ്പറിൽ ചുവരിൽ പ്ലേസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ചാർട്ട് പേപ്പർ നിങ്ങളുടെ കബോർഡിലും വയ്ക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ബുക്കിലെ ഒരു പേജ്, അതായത് 2 പേജിലായിട്ട് ഇതുപോലെ പിക്ചേഴ്സ് എല്ലാം ഒട്ടി വെച്ചാൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. നാലാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്യുന്ന പിക്ചർ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ നമുക്ക് കാണുമ്പോൾ വളരെ കണ്ണിനൊക്കെ വളരെ മാധുര്യം തോന്നുന്ന, അല്ലെങ്കിൽ കണ്ണിനൊക്കെ വളരെ കുളിർമ തോന്നുന്ന പിക്ചേഴ്സ് വേണം ഇതിനു വേണ്ടി സെലക്ട് ചെയ്യാനായിട്ട്. അതിന് 2 ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം. ഒന്ന് പിൻട്രസ്റ്റ്, ഒന്ന് ക്യാൻവ. പിൻട്രസ്റ്റൊക്കെ നിങ്ങൾക്ക് സുപരിചിതമാണ്, അതുപോലെ തന്നെ ക്യാൻവയും. ഈ പിൻട്രസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട പിക്ചേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അത് ഡൗൺലോഡ് ചെയ്ത് ഒന്നുകിൽ പിക്ചേഴ്സ് എല്ലാം പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് ഒരു ചാർട്ട് പേപ്പറിലോ, നേരത്തെ പറഞ്ഞതുപോലെ ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ കാർഡ്ബോർഡിലോ നിങ്ങൾക്ക് വെട്ടി ഒട്ടിക്കാം. ഇതല്ല എന്നുണ്ടെങ്കിൽ ക്യാൻവ എന്ന ആപ്പിൽ തന്നെ നിങ്ങൾക്ക് A4 പേപ്പറിൽ ഈ പിക്ചേഴ്സ് എല്ലാം പേസ്റ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് അത് പ്രിൻ്റ് എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ക്യാൻവ എന്ന ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് വിഷൻ ബോർഡ് ഉണ്ടാക്കാനുള്ള നിങ്ങൾക്ക് അതിനുള്ള മോഡലുകൾ കിട്ടും. ആ മോഡൽസിൽ നിങ്ങളുടെ പിക്ചേഴ്സ്, ഡിസൈനിൽ നിങ്ങളുടെ പിക്ചേഴ്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോൺ സ്ക്രീനിലോ അല്ലാന്നുണ്ടെങ്കിൽ അതിനെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയോ ചെയ്യാം. ഇനി 5ാമത്തെ കാര്യം, ഈ പിക്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിച്ച് ചാർട്ട് പേപ്പറിലോ കാർഡ്ബോർഡിലോ ഒട്ടിച്ച് നിങ്ങൾക്ക് വയ്ക്കാം. ഞാനൊരു കാര്യം കേട്ടിട്ടുള്ളത്, ഈ ഗോളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നടക്കും, ബാക്കിയുള്ളത് ചുറ്റിലും ഒട്ടിക്കണം എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണോ ചെയ്യാം, ഈ രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇത്രയുമാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി ഈ വിഷൻ ബോർഡുമായി ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾക്ക് വേണം. ഈ വിഷൻ ബോർഡ് കാണുമ്പോൾ അത് നടന്നു കഴിയുമ്പോഴുള്ള സന്തോഷം ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. കൂടാതെ ഇതിനോടൊപ്പം അഫർമേഷൻസും പറയാൻ പറ്റണം. അഫർമേഷൻസ് എഴുതി, അതേപോലെ കോഡ്സൊക്കെ എഴുതി വരുന്നതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് അത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനോടൊപ്പം വെട്ടി ഓടിക്കാവുന്നതാണ്. അപ്പോൾ ആ ആഗ്രഹങ്ങൾ ഈ വിഷൻ ബോർഡിനോടൊപ്പം തന്നെ അഫർമേഷൻസ് കൂടി പറയുമ്പോൾ ആ ആഗ്രഹങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആകും. രാവിലെ എണീച്ച ഉടൻ ഇത് കാണുന്ന രീതിയിൽ വെച്ചാൽ അത്രയും നല്ലതാണ്. ഇതിൻ്റെ കൂടെ ഗ്രാറ്റിറ്റ്യൂഡും പ്രയറും കൂടി
നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ആകും. ഇതുമായി റിലേറ്റ് ചെയ്ത കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്